പാമ്പുകളെ കൃഷി ചെയ്യുന്ന ചൈനയിലെയും തായ്ലാൻഡിലുമൊക്കെയുള്ള ഗ്രാമങ്ങളെക്കുറിച്ച് കുറച്ച് നാൾക്ക് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മനുഷ്യരെ പോലും ഭക്ഷണമാക്കാൻ മടിയില്ലാത്ത പൈത്തണുകളെ, അതായത് പെരുമ്പാമ്പുകളെ വളർത്തുന്ന ഏഷ്യയിലെ ചില ഗ്രാമങ്ങളിലെ കാഴ്ചകളാണ്. ഇവകളെ എങ്ങനെയാണ് വളർത്തുന്നതെന്നും എന്തിനാണ് വളർത്തുന്നതെന്നുമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പെരുമ്പാമ്പ് വളർത്തൽ പ്രധാനമായും ചൈന, തായ്ലാൻഡ്, അമേരിക്ക, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലാണ് കണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ പെരുമ്പാമ്പ് വളർത്തൽ ഒരു വലിയ ബിസിനസ് ശൃംഖലയാണ് എന്നതാണ് സത്യം. ഇവകളെ പ്രധാനമായും ഇറച്ചിക്ക് വേണ്ടിയും ഇവയുടെ തൊലി ഉപയോഗിച്ച് പലതരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുമാണ് കൃഷി ചെയ്യുന്നത്. പെരുമ്പാമ്പുകളെ വളർത്തി അവയുടെ തൊലിയിൽ നിന്നും മറ്റും പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് കണ്ടുപിടിച്ചത് സത്യത്തിൽ അമേരിക്കക്കാരാണ്. ഇതിനായി നല്ല വലിപ്പത്തിലും ഭാരത്തിലുമുള്ള പാമ്പുകളെയാണ് ഫാർമേഴ്സ് വളർത്തിയെടുക്കേണ്ടത്. പൈത്തണുകളെ വളർത്തുന്ന സ്ഥലങ്ങളിൽ ഓരോ പൈത്തണുകളെയും ഓരോ കൂട്ടിലാണ് ഇടാറുള്ളത്. പരസ്പരം ഇവകൾ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായ കൂടുകളിൽ ഇവകളെ ഇടുന്നത്. ഇവകൾക്ക് പ്രധാനമായും കോഴികളെയും മറ്റുമാണ് ഭക്ഷണമായി നൽകാറുള്ളത്. നല്ല പോലെ ഭക്ഷണം കിട്ടുന്നതിനാൽ തന്നെ ഇത്തരത്തിൽ കൃഷി ചെയ്യുന്ന പെരുമ്പാമ്പുകൾ ഭൂരിഭാഗം സമയവും അനക്കമൊന്നുമില്ലാതെ ഒരു ഭാഗത്ത് കിടക്കുകയാണ് ചെയ്യുക. സാധാരണ പെരുമ്പാമ്പുകൾ ശരാശരി 6 മീറ്റർ നീളത്തിലും 90 മുതൽ 100 കിലോഗ്രാം ഭാരത്തിലുമായിരിക്കും വളരുക. ഫെബ്രുവരി മുതൽ ജൂൺ വരെയാണ് ഇവയുടെ പ്രജനനകാലം. മുട്ടയിട്ട് വിരിയിച്ചാണ് ഇവകൾ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുക. 8 മുതൽ 107 വരെ മുട്ടകൾ പെരുമ്പാമ്പുകൾ ഇടാറുണ്ട്. ശേഷം ഇവ 60 മുതൽ 80 ദിവസം വരെ മുട്ടയ്ക്ക് അടയിരിക്കും. ഇത്തരത്തിൽ കൃഷി ചെയ്യാത്ത പെരുമ്പാമ്പുകൾ ആ സമയം തീറ്റ തേടുകയോ വേറെ എങ്ങും പോവുകയോ ചെയ്യുകയില്ല. ശരീരം വിറപ്പിച്ച് ചൂടുണ്ടാക്കുകയാണ് ഇവർ ചെയ്യുക. ഇടയ്ക്ക് വെയിൽ കായാൻ മാത്രമേ ഇവകൾ മുട്ടകൾ വിട്ട് പോവുകയുള്ളൂ. മുട്ട വിരിയാറാകുമ്പോൾ ഉള്ളിലെ കുഞ്ഞു പാമ്പുകൾക്ക് ഉളിപ്പല്ലുകൾ മുളയ്ക്കും. അതുപയോഗിച്ചാണ് മുട്ടയുടെ തോട് പൊട്ടിച്ച് ഇവകൾ പുറത്തിറങ്ങുക. ആ പല്ലുകൾ കുറച്ച് നാളുകൾ കൊണ്ട് പൊഴിഞ്ഞു പോവുകയും ചെയ്യും. വിരിഞ്ഞിറങ്ങുമ്പോൾ കുഞ്ഞുങ്ങൾ വളരെ ചെറുതായിരിക്കും. 45 മുതൽ 60 സെൻറ്റിമീറ്റർ മാത്രമായിരിക്കും ഇവയുടെ നീളം. ആദ്യ വർഷം വളരെ വേഗത്തിലായിരിക്കും ഇവയുടെ വളർച്ച. ഇനി പൈത്തണുകളെ വളർത്തുന്ന സ്ഥലങ്ങളിൽ കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. അതായത് ഇവയുടെ പ്രജനനകാലമെത്തിയാൽ പ്രധാനമായും അമ്മപ്പാമ്പുകളുടെ ശരീരത്തിലെ മാലിന്യങ്ങളും മറ്റും പോകാൻ വേണ്ടി ഇവകളെ പ്രത്യേക ലിക്വിഡിൽ ഇത്തരത്തിൽ കുളിപ്പിച്ചെടുക്കും. അതിനുശേഷമാണ് ഇവകൾ മുട്ടയിടുന്നതും മുട്ട വിരിയുന്നതുമൊക്കെ. അങ്ങനെ ഈ പെരുമ്പാമ്പുകൾ വളർന്നു വലുതായി ഒരു പ്രത്യേക പ്രായമെത്തിയാൽ ഇവകളുടെ കഷ്ടകാലം ആരംഭിക്കും. അതായത് ഇവകളുടെ തൊലിയാണ് ഇത്തരത്തിൽ കൃഷി ചെയ്യുന്നവരുടെ പ്രധാന ലക്ഷ്യമെന്ന് പറഞ്ഞല്ലോ. ശേഷം ഇവയുടെ തൊലിയെടുക്കാനായി അവർ ഈ പാമ്പുകളുടെ തൊലി ചൂടാക്കിയെടുക്കുകയാണ് ആദ്യം ചെയ്യുക. ശേഷം നമ്മളൊക്കെ മീനിൻ്റെ ചെകിള കളയുന്നത് പോലെ ഇവയുടെ തൊലിയിൽ നിന്നും ചെകിളകൾ ഒരു കത്തി ഉപയോഗിച്ച് കളയുകയാണ് ചെയ്യുക. അങ്ങനെ ചെകിളകൾ നീക്കം ചെയ്താൽ ആ പാമ്പുകളുടെ തൊലി കീറിയെടുക്കുകയാണ് അടുത്ത പ്രോസസ്സ്. ശേഷം ഇങ്ങനെ ലഭിക്കുന്ന പാമ്പിൻ്റെ സ്കിന്നാണ് മാർക്കറ്റുകളിലെത്തി പല പ്രൊഡക്റ്റുകളായി രൂപാന്തരപ്പെടുന്നത്. ഇവയുടെ സ്കിൻ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയാകുന്ന ശരീരഭാഗങ്ങൾ മറ്റു പല ഭക്ഷണാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണ് ചെയ്യുക. പാമ്പിൻ്റെ ശരീരത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പാമ്പിൻ തൊലി പിന്നീട് ഡൈയിങ് പ്രോസസ്സിന് വേണ്ടി തയ്യാറാക്കിയെടുക്കും. അങ്ങനെ ഈ തൊലികൾ പല നിറത്തിലേക്കും രൂപത്തിലേക്കും മാറ്റിയെടുത്ത ശേഷം ഇവയെ നാച്ചുറലായി തന്നെ ഉണക്കിയെടുക്കുകയാണ് ചെയ്യുക. പൈത്തൺ സ്കിൻ ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വർഷാവർഷം നടന്നുകൊണ്ടിരിക്കുന്നത്. പൈത്തൺ സ്കിൻ ഉപയോഗിച്ചുണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ ഒരുപാട് കാലം ഡ്യൂറബിളായി നിലനിൽക്കും എന്നതാണ് പൈത്തൺ സ്കിന്നിന് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ കാരണമാകുന്നത്. ഇവയുപയോഗിച്ച് പ്രധാനമായും ഫാഷൻ പ്രൊഡക്റ്റുകളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. 1980 കാലഘട്ടം മുതൽ തന്നെ പൈത്തൺ സ്കിൻ ഉപയോഗിച്ചുള്ള ഫാഷൻ പ്രൊഡക്റ്റുകൾ വിപണിയിലുണ്ട്. ലക്ഷക്കണക്കിന് രൂപയാണ് പൈത്തൺ സ്കിൻ ഉപയോഗിച്ചുള്ള പ്രൊഡക്റ്റുകൾക്ക് മാർക്കറ്റിൽ ഈടാക്കുന്നത്. കൂടാതെ പെരുമ്പാമ്പുകളുടെ തൊലിക്കും മാംസത്തിനും മറ്റും വേണ്ടി വളർത്തുന്നതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് ഈ അടുത്ത് പൈത്തണുകളിൽ ഗവേഷകർ ഒരു പരീക്ഷണം നടത്തിയിരുന്നു. അതിനായി വിയറ്റ്നാമിലെയും തായ്ലാൻഡിലെയും പൈത്തൺ ഫാമുകളിലെ 4600ഓളം വരുന്ന പൈത്തണുകളെയാണ് ഉപയോഗിച്ചത്. പ്രധാനമായും ബർമീസ് പൈത്തൺ എന്ന ഇനത്തെയും ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ പാമ്പുവർഗമായ
റെറ്റിക്കുലേറ്റഡ് പൈത്തണിനെയുമാണ് ഇതിനായി അവർ സെലക്ട് ചെയ്തത്. അങ്ങനെ ഈ പഠനത്തിൽ പെരുമ്പാമ്പുകൾക്കാണ് മറ്റ് ജീവികളെ അപേക്ഷിച്ച് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫുഡ് കൺവേർഷൻ റേഷ്യോ ഉള്ളതെന്ന് കണ്ടെത്തി. അതായത് പൈത്തണുകൾക്ക് ഭക്ഷണമൊന്നും കഴിക്കാതെ ഒരുപാട് കാലത്തേക്ക് ജീവിച്ചിരിക്കാൻ കഴിയും. എന്നാൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്തെന്നാൽ ഇത്തരത്തിൽ ഇവകൾ ഭക്ഷണമൊന്നും കഴിക്കാതിരുന്നാലും ഇവകളുടെ ശരീരഭാരം കുറയുകയോ ബോഡി മാസിൽ കാര്യമായ മാറ്റം സംഭവിക്കുകയോ ചെയ്യുകയില്ല. ഇവയ്ക്ക് വെള്ളം മാത്രം ലഭിച്ചാലും ഇവകൾ ഒരുപാട് കാലം ജീവിച്ചിരിക്കും. അതുപോലെ പൈത്തണുകൾക്ക് വളരെ വേഗത്തിൽ തന്നെ വളരാനും സാധിക്കും. അതിനാലൊക്കെ തന്നെ പൈത്തണുകളെ വലിയ ചിലവുകൾ കൂടാതെ വളർത്തിയെടുക്കാനും സാധിക്കും. എങ്കിലും പല രാജ്യങ്ങളിലും ഇത്തരത്തിൽ പാമ്പുകളെ കൃഷി ചെയ്യുന്നതും ഭക്ഷണമാക്കുന്നതുമൊക്കെ നിരോധിച്ചിട്ടുണ്ട്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.